ഓം ശ്രീ ഗം ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ സരസ്വതേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അധ്യാത്മരാമായണം ആരണ്യകാണ്ഡം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴും ആര്യപാദം. അധ്യാത്മരാമായണം ആരണ്യകാണ്ഡത്തിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ദണ്ഡകാരണ്യത്തിൽ വെച്ചു നടന്ന സംഭവങ്ങളാണ് ആരണ്യകാണ്ഡത്തിലെ മുഖ്യമായ പ്രമേയം എന്നതിനാലാണ് ആരണ്യകാണ്ഡം എന്ന് കാണ്ഡസംജ്ഞ നൽകിയിരിക്കുന്നത്. ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, വിരാതൻ, ശരഭംഗൻ, സുതീക്ഷണൻ, അഗസ്ത്യൻ, ജടായു, കബന്ധൻ, ശൂർപ്പണഖ, ഖരൻ, രാവണൻ, മാരീചൻ, ശബരി എന്നിവരാണ് ഈ കാണ്ഡത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. അധ്യാത്മരാമായണത്തിലെ പ്രമുഖവും പ്രസിദ്ധവുമായ ലക്ഷ്മണോപദേശം ആരണ്യകാണ്ഡത്തിലാണ് ഉൾപ്പെടുന്നത്. ഈ കാണ്ഡത്തിൽ 10 സർഗങ്ങളും 486 ശ്ലോകങ്ങളുമാണ് അധ്യാത്മരാമായണം മൂലത്തിലുള്ളത്. ചില പാഠങ്ങളിൽ 516 ശ്ലോകങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. എന്നാൽ എഴുത്തച്ഛൻ്റെ വിവർത്തനത്തിൽ 2040 വരികളുണ്ട്. ചില പാഠങ്ങളിൽ 2030 വരികളെ കാണുന്നുള്ളൂ എന്ന് വ്യക്തമാക്കുന്നു. ബാലികേ ശുഗകുലമൗലിമാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടൂ മടിയാതെ നീലനീരദ നിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജദലലോചനൻ നാരായണൻ നീലലോഹിതസേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം. ഭാരതീ ഗുണം തവ പരമാമൃതം മല്ലോ പാരാതെ പറകെന്നു കേട്ടു പൈങ്കിളിച്ചൊന്നാൾ. ഫാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശുമൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചല മകളോടരുൾ ചെയ്തിടിനാൻ. ബാലികേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ രാമനാം പരമാത്മാവാനന്ദരൂപൻ ആത്മാരാമൻ അദ്വയൻ ഏകൻ അവ്യയൻ അഭിരാമൻ അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായി എത്രയും സുഖിച്ചു വാണിടിനാനൊരു ദിനം. മഹാ ആരണ്യപ്രവേശം. പ്രതീയുഷസിയുത്തായ തൻ നിത്യകർമ്മവും ചെയ്തു നത്വാ താപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ. പുണ്ഡരീകോദ്ഭവായിഷ്ടപുത്ര ഞങ്ങൾക്കു മുനി മണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമെന്നിയെ പോവാനായി അനുഗ്രഹിക്കേണം. പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ ഞങ്ങളെ പെരുവഴി കൂട്ടേണം. അതിനിപ്പോൾ ഇങ്ങു നിന്നയക്കണം ശിഷ്യരിൽ ചിലരെയും.
ഇങ്ങനെ രാമവാക്യം മത്രിമാമുനി കേട്ടു തിങ്ങിടും കൗതൂഹലം പൂണ്ടുടൻ അരുൾ ചെയ്തു. നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാരുള്ളതഹോ തവ നേർവഴി കാട്ടിടുവാൻ. എങ്കിലോ ജഗത്തനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. ചൊല്ലുവിൻ നിങ്ങൾ മുൻപിൽ നടക്കെന്നവരോടു ചൊല്ലി മാമുനി താനും ഒട്ടു പിന്നാലെ ചെന്നാൻ. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. നിൻ തിരുവടി കനിഞ്ഞങ്ങെഴുന്നള്ളിയിടണം, അന്തികെ ശിഷ്യജനം ഉണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പർണശാല പൂക്കിരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലമ്മാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോടരുളി ചെയ്തു രാമൻ, ഈ നദി കടപ്പതിനെന്തു ഭയങ്ങളുള്ളു എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു ദണ്ഡം. മന്നവാ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനും. ആകുലം വേണ്ട, ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. എങ്കിലോ തോണി കരേറിടാമെന്നവർ ചൊന്നാർ. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോടു നിങ്ങൾ കടന്നങ്ങു പോകെന്നു ചൊന്നാൻ. ചെന്നുടൻ അത്രിപാദം വന്ദിച്ചു കുമാരന്മാർ ഒന്നൊഴിയാതെ രാമവൃത്താന്തം അറിയിച്ചാർ. ശ്രീരാമസീതാ സുമിത്രാത്മജന്മാരും അഥ ഘോരമായുള്ള മഹാകാനനം അകം പൂക്കാർ. ദില്ലീധങ്കാരനാദമണ്ഡിതം സിംഹവ്യാഘ്രശല്യാദി മൃഗഗണാകീർണം ആതപഹീനം ഘോരരാക്ഷസകുലസേവിതം ഭയാനകം. ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ നന്നായി നാലു പുറവും നോക്കിക്കൊള്ളുക, ഭക്ഷണാർത്ഥികൾ അല്ലോ രാക്ഷസാം പരിഷകൾ. വില്ലിനെ നന്നായി കുഴിയെ കുലയ്ക്കയും വേണം, നല്ലൊരു ശരം ഊരിപ്പിടിച്ചു കൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും, പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം. ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ. അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും, എന്നാലൊരു ഭീതിയും ഉണ്ടായി വരാം. ഇത്തരം അരുൾ ചെയ്തു തത്പ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നോരു ശേഷം പിന്നിട്ടാർ. ഉടൻ ഒരു യോജന വഴിയപ്പോൾ മുന്നിലാമാറങ്ങൊരു പുഷ്കരണിയും കണ്ടാർ. കൽഹാരോൽപല കുമുദാംബുജരക്തോൽപല ഫുല്ലപുഷ്പ ഇന്ദീവര ശോഭിതം മച്ഛജലം. തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലേ പുനർ ഇരുന്നു യഥാസുഖം. വിരാധവധം. അന്നേരമാശു കാണായി വന്നിതു വരുന്നതതി ഉന്നതമായ മഹാ സത്വന്മത്തുഗ്രാരവം. ഉദ്ധൂതവൃക്ഷം കരാളോജ്വല ദംഷ്ട്രാനിധാവക്ത്രഗഹ്വരം ഘോരാകാരം ആരുണ്യനേത്രം.
വാമാംസസ്ഥലനിസ്ത ശൂലാഗ്രത്തിങ്കലുണ്ടു ഭീമശാർദൂലസിംഹ മഹിഷാവരാഹാദി വാരണമൃഗവനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചും കൊണ്ടുച്ചത്തിൽ അലറി വന്നിടിനാൻ. അതു നേരം ഉത്താനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടത ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ. കണ്ടോ നീ ഭയങ്കരനായോരു നിശാചരൻ ഉണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം. സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തം ഉറച്ചു കുമാരാ നീ. വല്ലഭേ ബാലേ സീതേ പേടിയായി കേതും മെടോ. വല്ല ജാതിയും പരിപാലിച്ചു കൊൾവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതുമൊന്നിളകാതെ. വന്നുടൻ അടുത്തിതു രാക്ഷസ പ്രവരനും നിഷ്ഠൂരത്തരം അവൻ നിട്ടാശ പൊട്ടും വണ്ണം. അട്ടഹാസം ചെയ്തിടി വെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽ കട്ടകൾ വീഴും വണ്ണം. പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ. കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും. ദുഷ്ടജന്തുക്കൾ ഏറ്റം ഉള്ളവൻ കാട്ടിൽ ഇപ്പോൾ നിൽക്കുന്നിതസ്തഭയം ചാപതൂണീരബാണ വൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരി ആയോരു നാരിയോടും ഉൾക്കരുത്തേറും മതി ബാലന്മാരല്ലോ നിങ്ങൾ. കിഞ്ചന ഭയം വിനാഘോരമാം കൊടും കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തോരു മൂലം ചൊൽവിൻ. രക്ഷോവാണികൾ കേട്ടു തൽക്ഷണം അരുൾ ചെയ്താൻ. ഇക്ഷ്വാകുകുലനാഥൻ മന്ദഹാസാനന്തരം. രാമൻ എന്നെനിക്കു പേരെന്നുടെ പത്നി ഇവൾ. വാമലോചന സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണൻ എന്നു നാമം. ഇവനും മത്സോദരൻ പൊക്കിതു വനാന്തരം ജനകനിയോഗത്താൽ. രക്ഷോജാതികൾ ആകുമിങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറിയുക നീ. ശ്രുത്വാ രാഘവവാക്യം അട്ടഹാസവും ചെയ്തു വക്ത്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി. ക്രുദ്ധനാം നിശാചരൻ രാഘവനോടു ചൊന്നാൻ. ശക്തനാം വിരാതനെന്നെ നീ കേട്ടിട്ടില്ലേ? ഈ ത്രിലോകത്തിൽ എന്നെ ആരറിയാതെയുള്ളതെത്രയും മൂഢൻ ഭവാൻ എന്നിഹ ധരിച്ചേ ഞാൻ. മദ്ഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ. നിങ്ങൾക്കു ജീവിക്കയില്ലാശുണ്ടുള്ളില്ലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവിൻ. അല്ലാകിൽ എനിക്കിപ്പോൾ തെങ്ങിടും വിശപ്പടക്കിടുവൻ ഭവാന്മാരാൽ. ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി. സത്വരം അടുത്തതു കണ്ടു രാഘവൻ അപ്പോൾ പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങൾ അറുത്തപ്പോൾ. ക്രുദ്ധിച്ചു രാമം പ്രതി വക്ത്രവും പിളർന്നതി. സത്വരം നക്തഞ്ചരൻ അടുത്താനതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും. ബദ്ധരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാനെയ്തു രാമൻ. രക്തവും പരന്നിതു ഭൂമിയിൽ അതു കണ്ടു ചിത്തകൗതുകത്തോടു പുണർന്നു വൈദേഹിയും. നൃത്തവും തുടങ്ങിനാരപ്സര സ്ത്രീകളെല്ലാം. അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും. അന്നേരം വിരാതൻ തൻ ഉള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗെ.
സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിഭ കാന്ത്യാ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രണതാർത്തിഹാരിണം കൃണാകരം രാഗേന്ദുമുഖം ഭവഭഞ്ജനം ഭയഹരം ഇന്ദിരാരമണം ഇന്നീവരദളശ്യാമം ഇന്ദ്രാദിവൃന്ദാരകവൃന്ദവന്ദിതപദം സുന്ദരം സുകുമാരം സുഹൃദീജന മനോമന്ദിരം രാമചന്ദ്രം ജഗദാം അഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേ ധരാപദേ ദുർവാസാവായ മുനി തന്നുടെ ശാപത്തിനാൽ ഗർവിതനായൊരു രാത്രീഞ്ചരനായേനല്ലോ. നിൻ തിരുവടിയുടെ മഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേനിന്നു നാഥ. സന്തതം നിനി ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്ത്യ. വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടണം ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായ ആത്മാരാമായ നമോ നമഃ. നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമഃ. ദേവലോകത്തിനു പോവാനനുഗ്രഹിക്കേണം ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേ. നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായിക അംബുജവിലോചന. സന്തതം നമസ്കാരം. ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്നു കൊടുത്തു വരങ്ങളും. മുക്തനെന്നിയെ കണ്ടു കിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടാകയാലുടൻ മുക്തിയും ലഭിച്ചിടും. രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പൂക്കാൻ. ഈ കഥ ചൊല്ലി സ്തുതിച്ചിടിന പുരുഷനു ദുഷ്കൃതം അകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം.